മലയാള സിനിമയിൽ ത്രില്ലറുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ജിത്തു ജോസഫ് തന്റെ അടുത്ത വജ്രായുധവുമായി എത്തുകയാണ്. ബിജു മേനോനും ജോജു ജോർജും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു. കേവലം ഒരു കുറ്റാന്വേഷണ ചിത്രത്തിനപ്പുറം മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചയുള്ള ഒരു സിനിമയാകും ഇതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ചിത്രത്തിൽ ആന്റണി എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി ബിജു മേനോൻ മാസ് ലുക്കിൽ എത്തുമ്പോൾ സാം എന്ന അത്യധികം ദുരൂഹമായ കഥാപാത്രത്തെയാണ് ജോജു ജോർജ് അവതരിപ്പിക്കുന്നത്. ഇരുവരും നേർക്കുനേർ വരുന്ന രംഗങ്ങൾക്കായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ബിജു മേനോന്റെ പക്വതയാർന്ന അഭിനയവും ജോജുവിന്റെ സ്വാഭാവിക ശൈലിയും സ്ക്രീനിൽ ഒരു വലിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്നതും ഉറപ്പാണ്. മുറിവേറ്റ ഒരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാഗ് ലൈൻ സിനിമയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ട്രെയിലർ കണ്ട സിനിമാ പ്രേമികൾക്കിടയിലെ പ്രധാന ചർച്ച സാം ജോർജ് കുട്ടിയുടെ അനിയനാകുമോ എന്നാണ്. ദൃശ്യത്തിന്റെ അത്രയും ആഴമുള്ളൊരു ത്രില്ലർ ആണോ ഇതെന്ന് കണ്ടറിയണം. ദിനു തോമസിന്റെ തിരക്കഥയും സതീഷ് കുറുപ്പിന്റെ ദൃശ്യഭംഗിയും സിനിമയ്ക്ക് നിഗൂഢമായ ഒരു അന്തരീക്ഷവും സമ്മാനിക്കുന്നു. കൊച്ചി മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള ഭൂപ്രകൃതിയെ സിനിമയുടെ മൂഡിന് അനുയോജ്യമായ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിഷ്ണു ശ്യാമിന്റെ സംഗീതവും വിനായക് ശശികുമാറിന്റെ വരികളും സിനിമയുടെ ഉദ്വേഗം വർദ്ധിപ്പിക്കുന്നു. ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ഈ ചിത്രം ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ജനുവരി 30 ചിത്രം തിയേറ്ററുകളിലെത്തും. ജിത്തു ജോസഫ് എന്ന ബ്രാൻഡിലുള്ള വിശ്വാസവും ബിജു ജോജു കോംബോയുടെ പുതുമയും വലതുവശത്തെ കള്ളനെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ചിത്രമാക്കി മാറ്റുന്നു.